ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുട്ടിയാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുകയുണ്ടായി. എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലെന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. രാഹുൽ ഗാന്ധി പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അതിൽ എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ഏകദേശം എല്ലാ വൻകിട നേതാക്കളും ഒന്നിച്ചിരുന്നാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ഒരു അതിഭീകരമായ ഒരു ആരോപണമാണ് നേതാക്കന്മാരെല്ലാവരും ഉന്നയിച്ചത്. അത് ആരോപണം ആർക്കെതിരെയാണെന്ന് അറിയാമോ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയായിട്ടുമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഒരു B ടീമായി മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണമാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടികളും അതിന്റെ നേതാക്കളും ഒരു ഏറ്റവും വലിയ ആരോപണമായി രാജ്യ തലസ്ഥാനത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണത്. ഈ കളിയിലെ അമ്പയർ നിഷ്പക്ഷനല്ല എന്നവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. യാതൊരു ഭയപ്പാടുമില്ലാതെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. എന്തിനു ഭയക്കണം? സത്യാവസ്ഥ അവരുടെ കയ്യിലാണ്. അപ്പോൾ പിന്നെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അത് അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറുമല്ല. മാത്രമല്ല, ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു ആസൂത്രണത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല. എന്നാലും മലയാളത്തിലൊന്ന് പറഞ്ഞാൽ കുറ്റവിചാരണ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഈ കുറ്റവിചാരണ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയാണ് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തൊരു തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുള്ള കാര്യം. ആ ചട്ടപ്രകാരം രാജ്യത്തിന്റെ സർക്കാർ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കമ്മീഷണറെ മാറ്റാൻ കഴിയില്ല. പിന്നെ ആ കമ്മീഷണർക്ക് മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണ അധികാരങ്ങളും സർക്കാരിനുണ്ടായിരിക്കുന്നതല്ല. ഭരണഘടന രൂപകൽപ്പന ചെയ്ത VR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു പിടിയിലൊതുങ്ങുന്ന തരത്തിലുള്ള ഒരു ആളായി അല്ലെങ്കിൽ ആ ഒരു ടീമായി ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൂടാ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റിൽ നിന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന ഒരു പോസ്റ്റിൽ നിന്നും ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സർക്കാരിന് യാതൊരു തരത്തിലുള്ള അധികാരവും സർക്കാരിന്റെ പക്ഷത്തില്ല എന്നാണ് ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോ അതാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്നത്. എന്നാൽ ആ അധികാരം ഒരിടത്ത് നിക്ഷിപ്തമാണ്, പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ആ അർത്ഥത്തിൽ ആർക്കെങ്കിലും ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് സംശയമുണ്ടായാൽ അവർക്ക് ഇംപീച്ച്മെന്റിനുള്ള നോട്ടീസ് പാർലമെന്റിൽ നൽകാം. ആ നോട്ടീസ് പാർലമെന്റ് അംഗീകരിക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്താം. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം വേണം. അങ്ങനെയാണ് നിയമം പറയുന്നത്. അത്തരത്തിൽ ഇംപീച്ച്മെന്റ് ചെയ്യാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഒരു നോട്ടീസ് കൊടുക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആസൂത്രിതമായ നീക്കം എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു നീക്കം, ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം നടക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ നടക്കില്ല എന്ന്. കാരണം അവിടെ 2/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. അങ്ങനെ ഒരു 2/3 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് രാജ്യസഭയിലോ ലോക്സഭയിലോ നിയമസഭയിലോ കഴിയില്ല. അതുകൊണ്ടാണല്ലോ അവർ പ്രതിപക്ഷത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ 2/3 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ മറ്റ് 2 പേരും, ഒന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് ആഭ്യന്തരമന്ത്രിയുമാണ്. അവരാരൊക്കെയാണെന്ന് അറിയുമല്ലോ. പ്രധാനമന്ത്രി നമ്മുടെ മോദിയും ആഭ്യന്തരമന്ത്രി നമ്മുടെ അമിത്ഷായുമാണ്. ഇപ്പുറത്ത്
ആരാണ്? പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിച്ചാൽ 2/3 ഭൂരിപക്ഷം ഒരിക്കലും കിട്ടില്ല. ആ 2 പേർ എതിർകക്ഷികൾ രണ്ടും ഒന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ ജയിക്കും? അപ്പോഴത് നടക്കില്ല. എന്തായാലും അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബ്ലാക്ക് മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ 1950 ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അത് 75 വർഷം കഴിയിരിക്കുന്ന വിവരവും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്? 1952 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇപ്പോൾ 73 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ വിവരവും നമുക്കറിയാം. എന്നാൽ ഈ കാലഘട്ടത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. കാരണം ഈ രാജ്യത്ത് നമ്മളെല്ലാവരും ജനാധിപത്യ വിശ്വാസികളാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള ജനങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങൾ. കാരണം ജനാധിപത്യ വ്യവസ്ഥ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം നിലവിൽ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതുപോലെ എല്ലാ പൗരാവകാശങ്ങളും നമുക്ക് വേണമെങ്കിൽ തീർച്ചയായും ജനാധിപത്യം നിലനിൽക്കണം. അങ്ങനെ ഒരു ജനസമൂഹമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ആ തരത്തിൽ പറയുമ്പോൾ എന്താണ് ജനാധിപത്യം എന്നും കൂടി പറഞ്ഞാൽ, നിസ്സാരമായി നമ്മളെ ഭരിക്കാനുള്ള സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്കാണ്? നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കണം. അത്തരത്തിൽ നമുക്ക് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ടെന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് നിഷ്പക്ഷമായും നീതിപൂർവമായും നടക്കണം. നിഷ്പക്ഷമായി നടക്കണം, സുതാര്യമായി നടക്കണം. എങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ ആ ജനാധിപത്യ സമ്പ്രദായത്തിന്റെ അടിത്തറയായ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത് തെളിവുകളോടുകൂടി തന്നെയാണ് ആ ആരോപണം മുന്നോട്ട് വെച്ചതും. അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ, കർണാടകയിലെ ലോക്സഭാ മണ്ഡലത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വ്യാജവിലാസത്തിൽ ധാരാളമായി ആളുകളെ അവിടെ ചേർത്തിരിക്കുന്നു, വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്നാണ്. ഒരാളെ രണ്ടുപേരെയൊന്നുമല്ല, 1,250,000 പേരെയാണ് വ്യാജമായി ചേർത്തിരിക്കുന്നത്. അനധികൃതമായി വ്യാജമായി വോട്ടർ പട്ടികയിലേക്ക് ആ ഒരു മണ്ഡലത്തിൽ അനധികൃതമായി തിരികെ കയറ്റിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം. ആ ആരോപണത്തിന് പിന്നാലെ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണപക്ഷത്തിന്റെ, അതായത് BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂറും ഇതേ തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വെച്ചു. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അതെല്ലാവരും. രാഹുൽ ഗാന്ധി ഒരു നിയമസഭാ മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് പറഞ്ഞതെങ്കിൽ അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് 5 ലോക്സഭാ മണ്ഡലത്തിലെയും ഒരു നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടർ പട്ടികയിൽ നടന്ന
തിരിമറികളെ കുറിച്ചാണ് അനുരാഗ് ഠാക്കൂർ നമ്മളോട് പറഞ്ഞത്. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ മത്സരിച്ച മണ്ഡലം തന്നെയാണ് എന്നുള്ള കാര്യവും അറിയാം നമുക്ക്. എന്നാലും അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഈ വിഷയം പ്രത്യേകം എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെയാണ് കൊഞ്ഞനംകുത്തിന്റെ ആ ഒരു സമ്പ്രദായം വരുന്നത്. അത് പിന്നീട് ഞാൻ പറയാം എങ്ങനെയാണെന്ന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ എൻഡോഴ്സ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രമുഖനും മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുമുള്ള അനുരാഗ് ഠാക്കൂർ ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്തായാലും പ്രതിപക്ഷം മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നേരെ മറിച്ച് ഭരണപക്ഷത്തു നിന്നുകൂടി ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ ഒരു വിഷയം വളരെ ഗൗരവതരമായ ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇതൊരു വെറും ഒരു പ്രതിപക്ഷ ആരോപണം എന്ന ആ നിലയ്ക്ക് തള്ളിക്കളയാൻ നിന്നവർക്കിടയിൽ പോലും ഒരു സംശയം ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം കൂടി വന്നിരിക്കുമ്പോൾ, അപ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഈ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും നിശ്ചയമായും ഒരു കാര്യം വിചാരിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളിലെല്ലാം തന്നെ അന്വേഷണം തുടരുമെന്ന്, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു കമ്മീഷണറും കൂടി ചേർന്ന് ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടത്തി. ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്ന ആ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് നമ്മൾ അത് വാർത്തയിലൂടെ ന്യൂസിലൂടെ ഒക്കെ കണ്ടതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്തായാലും ആ വാർത്താ സമ്മേളനത്തെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത്. രാജീവ് ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ, അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ ഒന്നൊന്നായി എടുത്തു കാണിച്ച് അതെല്ലാം തള്ളിക്കളയുകയും അതിന്റെ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഹാജരാക്കുകയും ചെയ്യും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന വിഷയം എന്ന് പറയുന്നത് ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ 1,250,000 വോട്ടുകൾ വ്യാജവിലാസത്തിൽ ചേർത്തു എന്നുള്ളതാണ്. ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് മഹാദേവപുരയിലേക്ക് പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. കാരണം നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും സോഷ്യൽ മീഡിയകളിൽ മോദി മീഡിയ എന്നാണ് അറിയപ്പെടുന്നത്. മോദി സർക്കാരിന്റെ കീഴിലാണ് മാധ്യമ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും എന്ന നിലയ്ക്കാണ് മാധ്യമ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കുക എന്നുള്ള, ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ മഹാദേവപുരയിലേക്ക് ഓടിച്ചെന്നത്. പക്ഷെ അത്ഭുതകരമായിട്ടാണ് ഈ മാധ്യമങ്ങളെല്ലാം അവിടെ ചെന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്താണോ ആരോപണം ഉന്നയിച്ചത് അതെല്ലാം യഥാർത്ഥത്തിൽ സ്ഥിരീകരിക്കുന്നതായിരുന്നു എന്ന് കണ്ടെത്തിയത്. ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു അന്വേഷണ ടീമുണ്ട്. ആ ടീം അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ചെറിയ ഒരു മുറി മാത്രമുള്ള ഒരു വീട്, ആ വീട്ടിൽ പരമാവധി ഒരു 4 പേർക്കോ 5 പേർക്കോ ഒന്ന് കിടന്നുറങ്ങാം എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ചെറിയ ഒറ്റമുറിയുള്ള ഒരു വീട്. ആ വീടിന്റെ വിലാസത്തിലാണ് ഏകദേശം 80 പേരോളം വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് കണ്ടെത്തിയത് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു ദേശീയ മാധ്യമമാണ്. അപ്പോൾ ഈ മാധ്യമം മാത്രമല്ല, പലതരത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും അവിടെ പോയി അന്വേഷണം നടത്തുകയും രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളെ സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അവർക്ക് കിട്ടുകയും അവർ പുറത്തു കൊണ്ടുവരികയും ചെയ്തത്.
എന്നാൽ അനുരാഗ് ഠാക്കൂറിന്റെ വിഷയത്തിലും ഒരു അന്വേഷണം നടത്തണ്ടേ? അങ്ങോട്ടും പോയി നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അനുരാഗ് ഠാക്കൂർ കേരളത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ നമുക്കറിയാം. വയനാട്ടിലെ ഇലക്ഷൻ, കേരളത്തിലെ വയനാട്ടിലെ മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. ആ മണ്ഡലത്തെ കുറിച്ചാണ് അനുരാഗ് ഠാക്കൂർ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനുരാഗ് ഠാക്കൂർ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്ന്. അപ്പോൾ എന്താണ് അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കിയാൽ, മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീ വയനാട് നിയോജക മണ്ഡലത്തിൽ 3 ബൂത്തുകളിൽ ഒരേ സമയം വോട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു സ്ത്രീ, അവിടെയും മുഖ്യധാരാ മാധ്യമങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ എന്താണ് അവിടെ കണ്ടത്? മൈമൂന എന്ന സ്ത്രീ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 ബൂത്തുകളിൽ വോട്ട് ചെയ്തിരുന്നത് 3 മൈമൂനമാരായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് ഒരു വീട്ടിലുള്ള ഒരു അഡ്രസ്സിലുള്ള ഒരു മൈമൂന അല്ല, 3 മൈമൂനമാരാണ് 3 മണ്ഡലങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ചിരുന്നത്. ചൗണ്ടേരി എന്ന വിലാസത്തിൽ മറിയം എന്നൊരു സ്ത്രീയും വള്ളിയമ്മ എന്ന മറ്റൊരു സ്ത്രീയും 2 മതത്തിൽപ്പെട്ട സ്ത്രീകൾ ഒരുമിച്ച് താമസിക്കുന്നു എന്നാണ് അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ച അടുത്ത വിഷയം. അവിടെയും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴെന്താണ് കണ്ടെത്തിയത്? ചൗണ്ടേരി എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ്, അവിടെ വിവിധ മതസ്ഥർ താമസിക്കുന്നുണ്ട്, അവിടെ ഒട്ടേറെ വീടുകളുമുണ്ട്. പക്ഷെ ഇവിടെ അനുരാഗ് ഠാക്കൂർ അവതരിപ്പിച്ചത് ആ പ്രദേശത്തിന്റെ വിലാസമാണ് ഒരു വീട്ടുപേരായി അനുരാഗ് ഠാക്കൂർ ഉന്നയിച്ചത്. അത് മനസ്സിലാക്കണം. അനുരാഗ് ഠാക്കൂറിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ വളരെ സത്യമാണെന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം അടിവരയിട്ട് തന്നെ ശരിയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. ശരിയാണെന്നുള്ള വിവരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കാവുന്നതേയുള്ളൂ. സ്വമേധയാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം കാണണമായിരുന്നു, പ്രവർത്തിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താണ്? ഒരു സത്യവാങ്മൂലം തരൂ. അങ്ങനെ ഒരു സത്യവാങ്മൂലം തന്നില്ല എങ്കിൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണമില്ല എന്നുകൂടിയുള്ള പ്രഖ്യാപനമാണ് വന്നത്. അന്വേഷണത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. എന്താണെന്നറിയാമോ? രാഹുൽ ഗാന്ധി, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ധ്വനി അതായിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആരോപണം ഉന്നയിച്ചത് ആരാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് പേര് പറയണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ആരോപണം ഉന്നയിച്ച വ്യക്തി രാജ്യത്തോട് മാപ്പ് പറയണം എന്നുള്ള കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടിക നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അവിടെ 1.25 ലക്ഷത്തോളം ആളുകളുടെ വീട്ടിൽ പോയി, 1.25 ലക്ഷമല്ല 7.25 കോടി ജനങ്ങളെ അവരുടെ വീട്ടിൽ പോയി ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് അവരുടെ വീടുകളിൽ പോയി അന്വേഷണം നടത്തി, ഓരോ വീടിന്റെ സന്ദർശനം നടത്തി ഈ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 7.25 കോടി ജനങ്ങളെ അവരുടെ വീടുകളിൽ പോയി നേരിട്ട് സന്ദർശിക്കുന്ന ഈ ഇലക്ഷൻ കമ്മീഷന് ഈ ആരോപണത്തിൽ പറയുന്ന 1,20,000 വോട്ടർമാരുടെ വീടുകളിൽ പോയി നിസ്സാരമായി അന്വേഷിക്കാവുന്നതല്ലേ ഉള്ളൂ. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാമല്ലോ. ആ ആരോപണത്തിന്റെ വസ്തുത ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കപ്പെടേണ്ട ഒരു ബാധ്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും വളരെ നിസ്സാരമായി തന്നെ ഇലക്ഷൻ കമ്മീഷന് ആ ഒരു അന്വേഷണം നടത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന് തയ്യാറായിട്ടുമില്ല. എന്നാൽ വളരെ നിസ്സാരമായി പറഞ്ഞാൽ ഈ 1,50,000 വീടുകളിലേക്കൊന്നും പോകണ്ട. മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ 1 കിലോ അരിയിട്ട് ചോറ് വെച്ചാൽ ആ ചോറ് വെന്തോ എന്ന് നോക്കുന്നതിന് എല്ലാ ചോറുകളും എടുത്ത് ഞെക്കി നോക്കണ്ട. അതിൽ 1 2 ചോറെടുത്ത് ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ അറിയാം ആ അരി മുഴുവൻ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിവരം.
ഒരു ഉദാഹരണമാണ്. ആ അർത്ഥത്തിൽ കുറഞ്ഞത് ഒരു 250 വീടുകളിലേക്കോ അല്ലെങ്കിൽ ഒരു 10 വീടുകളിലേക്കോ പോകേണ്ട ഒരു 2 വീടുകളിലേക്കോ പോയി അന്വേഷണം നടത്താമല്ലോ. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന വിഷയം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഒരു 10 വീടുകളിൽ പോയി അന്വേഷിച്ചിട്ട് അത് വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കാമല്ലോ ഇലക്ഷൻ കമ്മീഷന്. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു നടപടിക്ക് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അത്തരത്തിലൊരു നടപടി ഇല്ല എന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടില്ല. ഒരു കാര്യമാണ് അവർ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുന്നത്, സത്യവാങ്മൂലം തരൂ, സത്യവാങ്മൂലം തരൂ എന്ന്. മാത്രമല്ല 45 ദിവസത്തിനുള്ളിൽ ഈ ആരോപണം ഉന്നയിക്കണമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്നത് 45 ദിവസത്തിന് ശേഷമായതുകൊണ്ട് ഈ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാം, 2022 ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 18,000-ഓളം വോട്ടർമാരെ വ്യാജവിലാസത്തിൽ തിരികെ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുത്ത നേതാവിന്റെ പേരാണ് അഖിലേഷ് യാദവ് എന്ന് പറയുന്നത്. ഈ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ ഒരു സമുന്നതനായ നേതാവാണ്, മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കൂടിയാണ്. അപ്പോൾ അങ്ങനെ 2022 ഈ സത്യവാങ്മൂലം അഖിലേഷ് യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ ഇതുവരെ ഒരു അന്വേഷണം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആ ചോദ്യത്തിനും മറുപടി തന്നില്ല എന്ന് മാത്രമല്ല, മഹാരാഷ്ട്രയിൽ 5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1 കോടി വോട്ടർമാരെ പുതുതായി ചേർക്കപ്പെട്ടപ്പോൾ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നും കമ്മീഷനോട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ. ആ ചോദ്യവും വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു. അതിലും ഒരു മറുപടിയില്ല. ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ തന്നെ പ്രതിപക്ഷത്തെ പ്രതികൂട്ടിലാക്കുകയും ഈ രാജ്യത്തെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വാചാലങ്ങളല്ലാതെ മറ്റൊരു വസ്തുതയും കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വാർത്താ സമ്മേളനം നടത്തി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനിടയിൽ തന്നെയാണ് കർണാടകത്തിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് കൊണ്ട് കൊടുക്കുന്നത്, നടപടിയെടുക്കും എന്നുള്ള ഒരു വിഷയത്തിന്. എന്നാൽ അനുരാഗ് ഠാക്കൂറും ഇതേ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ കേരളത്തിലെ മമൂനാടെ വിഷയവും മറ്റു വിഷയവുമെല്ലാം. അപ്പോൾ അനുരാഗ് ഠാക്കൂറും ഈ അർത്ഥത്തിൽ ഇതേ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യമായുള്ള സമീപനം തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് തീർത്തും ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത നോട്ടീസ് അതുപോലെ തന്നെ അനുരാഗ് ഠാക്കൂറിനും കൊടുക്കണമായിരുന്നു. രണ്ടുപേരും ഒരേ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിന് ഈ ഒരു നോട്ടീസ് കൊടുത്തില്ല? എന്തായാലും പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതിശക്തമായ ആരോപണങ്ങളാണ്. അതിനുള്ള തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ആ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുതാപരമാണെന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ തെളിയിക്കപ്പെട്ടതുമാണ്. എന്നിട്ട് കൂടിയും സ്വമേധയാ ഒരു അന്വേഷണത്തിന് തയ്യാറാകാതെ ന്യായങ്ങളും സാങ്കേതികത്വവും പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ മറികടക്കാം എന്ന് തന്നെയാണ് ജ്ഞാനേഷ് കുമാറിന്റെ ചിന്ത. ഇത് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിചാരിക്കുന്നത് എങ്കിൽ അവർക്ക് തെറ്റുന്നു എന്നാണ് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ മുഴുവൻ നമുക്കൊന്ന് വിലയിരുത്തിയാൽ കാണാവുന്നത്. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ പ്രക്ഷോഭങ്ങളും സമ്മേളനങ്ങളും എല്ലാം തന്നെ തെളിയിക്കപ്പെടുന്നതും അത് തന്നെയാണ്. ആ സ്ഥിതിക്ക് ഇനിയൊരു ഇംപീച്ച്മെന്റ് നടപടിയും കൂടി നിലവിൽ വന്നാൽ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷനും പ്രതിപക്ഷ നേതാക്കളും രാജ്യത്തെ ജനങ്ങളും മുഖാമുഖം നിൽക്കുന്ന ഒരു
സാഹചര്യം ഉടലെടുത്ത് വരികയാണോ എന്നുള്ളതിന് ഒരു സംശയമുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു സുതാര്യമല്ലാതായാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉന്നയിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മൾ ഈ പറയുന്ന വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട്, അങ്ങനെ ആ ഒരു വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ ജനങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഈ വോട്ടെടുപ്പ് സമ്പ്രദായം നീതിയുക്തവും നിഷ്പക്ഷവും സുതാര്യവുമായിരിക്കണം. അത് ബോധ്യപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമായിരുന്നു, ഏകപക്ഷീയമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഒന്നും ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള മുട്ടാത്തർക്കങ്ങളും ന്യായങ്ങളുമാണ് ഉന്നയിച്ചത്. കൂടാതെ പ്രതിപക്ഷത്തെ മോശമായി ചിത്രീകരിക്കാനും കൂടി മാത്രമാണ് ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവിനെ മോശമായി ചിത്രീകരിക്കാനാണ് ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ സമയവും വിനിയോഗിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആ വാർത്താ സമ്മേളനം കണ്ടാൽ അറിയാൻ കഴിയും. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെയാണ് വ്യക്തമാകുന്നത്. അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുടുങ്ങാൻ പോകുന്നത് കേന്ദ്ര സർക്കാരാണോ, പ്രതിപക്ഷമാണോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അങ്ങനെ ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സമൂഹം നിലനിൽക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധമാക്കാൻ കഴിയുന്ന ഒരു വിവാദമായി, ആരോപണമായി രാഹുൽ ഗാന്ധിക്ക് മാറാൻ കഴിയുമെങ്കിൽ അത് തന്നെയായിരിക്കും ഈ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കാൻ പോകുന്ന ഒരു സമ്പ്രദായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.